ആക്ച്വലി ഡയസേറെ മൂവിക്ക് നമ്മൾ കണ്ട കഥയല്ലാണ്ട് മറ്റൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായിക്കൂടെ? നിങ്ങൾ ഈ സിനിമ കാണാത്ത ഒരാളാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യുക, കാര്യം സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവിനെ പറ്റി ചിന്തിക്കാനുള്ള കാര്യം വേറൊന്നുമല്ല, ഫിലിപ്പിന്റെ ക്യാരക്ടറാണ്. ആക്ച്വലി ഫിലിപ്പ് നല്ലൊരു ദൈവവിശ്വാസിയാണ്. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മരണക്കിടക്കേക്ക് അടുത്തു നിന്ന് കിട്ടുന്ന റൈറ്റിംഗ്സിൽ ഒന്നും തന്നെ ബൈബിൾ വചനങ്ങളില്ല. അത് മറ്റെന്തോ വചനങ്ങളാണെന്ന് സിനിമയിലെ ഫാദർ ക്യാരക്ടർ കൺഫേം ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും എന്ന് പറയുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആകാം. ഇറ്റ് കുഡ് ബി സാത്താനിക് ആൾസോ. ആൻഡ് ഇതിലെ കനിയോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഫിലിപ്പിന്റെ അമ്മയുടെ വേർഷനാണ്. അത് സത്യമായിക്കൊള്ളണമെന്നില്ല. ഇതിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതായത് അത്യാവശ്യം ക്രിസ്ത്യൻ ലിറ്ററേച്ചറിലൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ് ഫിലിപ്പ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ലൈഫ് സേവ് ചെയ്യുന്ന തരത്തിലുള്ള ഡാർക്ക് പ്രാക്ടീസസിനെ പറ്റിയിട്ട് പുള്ളിക്ക് നല്ല അറിവുണ്ടായിരിക്കും. ആൻഡ് അവസാന മാർഗം എന്ന രീതിയിൽ അവനത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കട്ടെ. കൂട്ടിന് അമ്മയും. അതുപോലെ കനിയുടെ ഫാമിലിയിലേക്ക് വരുമ്പോഴേക്കും അവളെ കാര്യമായിട്ട് അവരാരും കെയർ ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ബിക്കോസ് കരയുന്ന അമ്മയെ സമാധാനിപ്പിക്കാൻ അച്ഛൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവളെ നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ആൻഡ് ഈവൻ അവളുടെ ഡെഡ് ബോഡി കുറച്ച് പഴകിയ രീതിയിലാണ് സ്വന്തം വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് കിട്ടുന്നത്. സ്വന്തം മകൾ ആ കിണറ്റിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് അത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഗസ് ചെയ്യാം കനിയുടെ ഫാമിലിയുടെ അവസ്ഥ. ഇതൊക്കെ അവളെ ഒരു ഈസി പിക്കായിട്ട് മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാറ്റാനിക് പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരിക്കാം ഇവളുടെ ബിലോങ്ങിങ്സും മറ്റും കളക്ട് ചെയ്തത്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഫിലിപ്പ് നാച്ചുറലി മരിക്കുകയും ഫിലിപ്പിന്റെ ആത്മാവ് ഇവളുടെ ബിലോങ്ങിങ്സിലേക്ക് അറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നു. ഇത്തരം ഒരു ആത്മാവിന്റെ പ്രസൻസ് പീക്കായിട്ടുള്ള മനുഷ്യരിൽ സൂയിസൈഡിങ് ടെൻഡൻസി ഉണ്ടാക്കാം എന്ന് പല വെസ്റ്റേൺ കൾച്ചേഴ്സിലും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഫിലിപ്പിന്റെ ആത്മാവിന്റെ ഈ ഒരു പ്രസൻസ് ആയിരിക്കാം കനിയെ സൂയിസൈഡിലേക്ക് നയിച്ചത്. ആൻഡ് റോഹനെ ഹോണ്ട് ചെയ്യുന്നത് ഈ രണ്ട് ആത്മാക്കളും കൂടെ ചേർന്നിട്ടാണ്. അങ്ങനെ പറയാൻ കാര്യം ഓൾറെഡി ഫിലിപ്പിന്റെ ആത്മാവിനെ റോഹൻ കാണുന്നുണ്ട്. അതുപോലെ ഒരു രംഗത്തിൽ റോഹന്റെ തല ആരോ തടവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് കനിയും റോഹനും അവരുടെ പ്രൈവറ്റ് മൊമെന്റ്സിൽ ചെയ്ത ഒരു ആക്ട് ആണ്. അതിനെ പറ്റിയിട്ട് ഒരിക്കലും ഫിലിപ്പ് അവെയർ അല്ല. സോ ഇവിടെ രണ്ട് ആത്മാക്കളുണ്ട്. ഇതിൽ കനിക്ക് തന്റെ മരണത്തെ പറ്റി എന്തൊക്കെയോ റോഹനോട് പറയാനുണ്ട്. ആൻഡ് ഫിലിപ്പിന് അത് തടയുകയും വേണം. കാരണം ഫിലിപ്പിന്റെ അമ്മയും കൂടി ചേർന്നിട്ടാണല്ലോ ആ ഒരു സാത്താനിക് ആക്ട് ചെയ്തത്. അത്തരത്തിലൊരു ആക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം പ്രവൃത്തികൾ ഒന്നാണത്. സോ തന്റെ അമ്മയെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഫിലിപ്പ് അത്തരത്തിൽ ചെയ്തത്. ഒരു പരിധി വരെ അമ്മ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. കാര്യം ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഫിലിപ്പിന്റെ ആത്മാവ് പോകുന്നതിനോടൊപ്പം തന്നെ ആ വീട് മൊത്തം ചുട്ടരിച്ചിട്ടാണ് പോകുന്നത്. സോ അവിടെ തെളിവുകളൊന്നും ബാക്കിയായിട്ടില്ല. എന്നാൽ ടെയിലെൻഡിലേക്ക് വരുമ്പോഴേക്കും അവിടെ വീണ്ടും ഒരു സ്പിരിറ്റിന്റെ പ്രസൻസ് കൂടി കാണിക്കുന്നുണ്ട്. ദാറ്റ് കുഡ് ബി കനി. ഇതെന്റെ ഭ്രാന്തൻ ചിന്തയെന്ന് തോന്നിയ ഒരു ഭ്രാന്തൻ പെർസ്പെക്റ്റീവ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഭ്രാന്തൻ ചിന്തകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇൻസ്പിറേഷൻ ആയ മറ്റൊരു വീഡിയോ ഉണ്ട്. യൂട്യൂബിൽ ബേപ്പൂർ സുൽത്താൻ എന്നൊരു ചാനലുണ്ട്. അതിൽ പുള്ളി റീസെന്റ് ഈ സിനിമയെ പറ്റി ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാണാൻ പറ്റും, കണ്ടു നോക്കുക.